അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും രണ്ട് ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. കുറേ ആളുകൾ രോഗികളൊക്കെയാണ് അല്ലേ? അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ ഏറ്റവും നല്ല വിജ്ഞാനത്തിൻ്റെ ഉടമകളാക്കി ഏറ്റവും നല്ല ജോലിയൊക്കെ ലഭിച്ച് റാഹത്തായി ജീവിതം നയിക്കുന്ന മക്കളാക്കി മാറ്റി തീർക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അവർ ഭൂമിയിൽ വിനയാന്വിതരായിട്ട് ജീവിക്കും. ഇനി അതിൻ്റെ ബാക്കി ഭാഗം വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ എന്നതാണ്. അവർ അവരുടെ ജീവിത തിരക്കുകൾക്കിടയിൽ സംസാരത്തിനിടയിൽ അവിവേകമുള്ള അല്ലെങ്കിൽ അവിവേകികളായ വിവരം കുറഞ്ഞ ആളുകൾ അവരോട് തർക്കിക്കാൻ വന്നാൽ അവരെന്ത് ചെയ്യുന്നറിയോ? അവരോട് പതുക്കെ സലാം പറഞ്ഞ് അവിടുന്ന് മെല്ലെ സ്ക്യൂട്ടാവും. ഇതൊരു ക്വാളിറ്റിയാണ്. സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവാണ് നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അല്ലേ? നാവ് വലിയൊരു അനുഗ്രഹമാണ്. നാവ് കൊണ്ട് നമുക്ക്, സംസാരം കൊണ്ട് നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കാൻ പറ്റും, മിത്രങ്ങളെയും ഉണ്ടാക്കാൻ പറ്റും. ഒരു ഹദീസിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റി എന്താണ്? സംസാരിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ചീത്ത വാക്കുകൾ, അനാവശ്യ വാക്കുകളൊന്നും പറയില്ല എന്നർത്ഥം. അപ്പോൾ സംസാരം നമ്മുടെ ഒരു സംസ്കാരമാണ് എന്ന ബോധം കരുണാവാരിധിയായ നാഥൻ്റെ അടിമകളാകുന്ന നമ്മിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. നല്ല സംസാരം നടത്തുന്ന ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മളാളെ കുറിച്ച് പറയില്ലേ, ഇങ്ങനെ കാണിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? അയാൾ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് പറയില്ലേ. അനാവശ്യ കാര്യങ്ങൾ പറയുന്ന ഒരാളെ കണ്ടാലോ നമ്മൾ ഇങ്ങനെയല്ല കാണിക്കുക, നമുക്ക് ഇങ്ങനെ കാണിക്കാനാണ് തോന്നുക. എന്താ കാരണം? പോരാ. എന്തൊക്കെയോ അറിവ് അയാൾ നേടിയിട്ടുണ്ട്. പ്രൊഫസറാവാം, ചിലപ്പോൾ ഒരു കലക്ടറാവാം, ആരും ആവാം. പക്ഷേ അയാളുടെ സംസാരം മോശമായി കഴിഞ്ഞാൽ അയാളുടെ എല്ലാവിധ അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ നല്ല കാഴ്ചപ്പാടുകൾ മുഴുവൻ എന്ത് ചെയ്യും? അതിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സംസാരിക്കണം. സംസാരം നിർത്താൻ കഴിയില്ല. കാരണം സംസാരിക്കുന്ന ജീവിയാണ് ആര്? മനുഷ്യൻ എന്ന് പറയുന്നത്. പടച്ചവനോട് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭാര്യമാരോട് സംസാരിക്കണം, മക്കളോട് സംസാരിക്കണം അല്ലേ, കൂട്ടുകാരോട് സംസാരിക്കണം, കൂട്ടുകാരിയോട് സംസാരിക്കണം, അധ്യാപകരോട് സംസാരിക്കണം. ഈ സംസാരം നമുക്ക് നിർത്തി വെക്കാൻ പറ്റില്ല. അപ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഈ സംസാരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നാളെ പരലോകത്ത് എത്തിയതിന് ശേഷം ഒരാളോട് സോറി എന്ന് പറയേണ്ടി വരുന്ന ഒരു വർത്തമാനവും നിങ്ങൾ സംസാരിച്ചു പോകരുത് എന്ന്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. കുറേ സംസാര ശൈലി ഉണ്ട് കേട്ടോ. ഖൗലൻ മഅറൂഫ, ഖൗലൻ കരീമ, ഖൗലൻ മൈസൂറ എന്നൊക്കെ പറഞ്ഞ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ സംസാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ നിങ്ങളുടെ സംസാരം കരീമായിരിക്കണം, മാന്യമായിരിക്കണം. അവരോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അല്ലേ, ഒരു ഉസ്താദിനോട് സംസാരിക്കുമ്പോഴാണ് ഉമ്മയോട് സംസാരിക്കേണ്ടത്, ഉമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് അധ്യാപകനോട് സംസാരിക്കേണ്ടത്, ഇവരോടൊക്കെ സംസാരിക്കുന്ന പോലെയാണോ കൂട്ടുകാരോട് സംസാരിക്കേണ്ടതല്ല. എല്ലാത്തിൻ്റെയും ടോൺ എന്ത് ചെയ്യും? വ്യത്യാസമായിരിക്കും. ഇവിടെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംസാരത്തിനിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ എത്ര നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിലും അയാളത് ഉൾക്കൊള്ളാൻ കഴിയാതെ തർക്കത്തിലേർപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കരുത്. കാരണം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങളവിടെ നിന്നാൽ എന്താ സംഭവിക്കുക? തർക്കിച്ചു, അതിനങ്ങോട്ട് വേറെ മറുപടി പറഞ്ഞു, അപ്പോൾ ദേഷ്യമായി, പിന്നെ വാശിയായി, ചിലപ്പോൾ എന്ത് സംഭവിക്കും? ആക്രമം പോലും അവിടെ ഉണ്ടായേക്കാം. അതുകൊണ്ട് കരുണാവാരിധിയായ നാഥൻ്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യാൻ പാടില്ല?
സമയമാണ് വേസ്റ്റാക്കാൻ പാടില്ല, സംസാരം പോലും വേസ്റ്റാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവിടെ നിങ്ങൾ മെല്ലെ സലാം പറഞ്ഞ് മെല്ലെ അവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയാനുള്ള കാരണം അതാണ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്ത് ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, പറയുന്നത് സത്യമാണെങ്കിലും കുതർക്കത്തിൽ ഏർപ്പെടുകയില്ല എന്ന് എനിക്ക് വാക്ക് തരുന്നുവെങ്കിൽ, പ്രോമിസ് നൽകുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നിടത്ത് തന്നെ, അഥവാ സ്വർഗത്തിൻ്റെ താഴ്വരയിൽ തന്നെ ഞാനൊരു വീട് വെച്ച് തരാം. രണ്ടാമത്തെ ഓഫർ എന്താ അറിയോ? തമാശക്ക് പോലും നിങ്ങൾ കളവ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ സ്വർഗത്തിൻ്റെ നടുവിൽ മധ്യത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വീട് വാങ്ങിത്തരാം. അള്ളാഹിനോട് പറഞ്ഞ് സംസാരിച്ച് ശുപാർശ ചെയ്ത് വീട് വാങ്ങിത്തരാം. മൂന്നാമത് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളെല്ലാവരുടെയും സ്വഭാവം നന്നാക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, സ്വഭാവികളായി നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ അഥവാ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ഞാൻ നിങ്ങൾക്ക് റബ്ബിനോട് പറഞ്ഞു വാങ്ങിത്തരാം. സ്വഹാബിമാരെല്ലാം എഴുന്നേറ്റ് പ്രവാചകൻ്റെ കൈയിൻ്റെ മുകളിൽ അവർ കൈവച്ചു. ഞങ്ങളങ്ങനെ ആയിക്കോളാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കങ്ങനെ പ്രോമിസ് തരാൻ ധൈര്യമുണ്ടോ? എത്ര ആളുകൾക്ക് ധൈര്യമുണ്ട്? എങ്കിൽ നിങ്ങൾ കരുണാവാരിധിയായ നാഥൻ്റെ അടിമകളാണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ ഇപ്പോഴും പഠിച്ചത്. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞെന്താണ്? ഭൂമിയിൽ നമ്മൾ വിനയാന്വിതരായിട്ടാണ് ജീവിക്കുക. എത്ര കാലം? മരിക്കുവോളം. പിന്നെന്താ പറഞ്ഞത്? സംസാരം. അത് നമ്മളെല്ലാവരോടും നമ്മൾ സംസാരിക്കും, നല്ലതേ നമ്മൾ പറയുള്ളൂ, കളവൊന്നും പറയില്ല, ദൈവത്തും നമീമത്തും പരദൂഷണമൊന്നും നമ്മൾ പറയില്ല, ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല, ഒരാളെയും നമ്മൾ ആക്ഷേപിക്കൊന്നുമില്ല. കുതർക്കത്തിന് ആരെങ്കിലും വന്നാൽ നമ്മൾ മെല്ലെ അവിടെ നിന്ന് മാറി നിൽക്കും. ഇതാണ് സംസാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കൾച്ചർ, സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ സ്വഭാവം നന്നായാൽ റസൂലുള്ള പറഞ്ഞല്ലോ ലാസ്റ്റ്, ആ സ്വഭാവം നന്നാക്കാൻ ഒരു പ്രാർത്ഥന ഉണ്ട്. എന്തെന്നറിയാം? കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ മുടി ചീകുമ്പോൾ, ഡ്രസ്സ് മാറുമ്പോൾ നമ്മളെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ ഒന്ന് നോക്കണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ അഹ്സൻത ഖൽഖി. എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയ റബ്ബേ, എൻ്റെ സ്വഭാവം കൂടി നീ നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. 20 ദിവസം ഇത് ദായിമായി നിങ്ങൾ ഡെയിലി നിങ്ങൾ 20 ദിവസം അങ്ങനെ തുടർച്ചയായി ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാവാരിധിയായ നാഥൻ്റെ അടിയാറുകളിൽ ഉണ്ടായിത്തീരേണ്ട ഈ ഒരു സ്വഭാവ ഗുണം നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.